ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തേങ്ങയെല്ലാം വറുത്തരച്ചിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ തേങ്ങ ഒന്ന് വറുത്തരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും ഒരു 3-4 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നത് ഈ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കലാണ്. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഒരു 6 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ്. അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഒരു തക്കാളിയും 3-4 പച്ചമുളകും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കലാണ്. അപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് വെച്ച മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി കിട്ടിയെല്ലാം ടേസ്റ്റുള്ള മുട്ടക്കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യൂ.